ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 185/24 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ഡിസംബർ 28 PSC നടത്തിയിട്ടുള്ള 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ISRO ആണ് ചോദ്യം. ISRO വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഒന്നാമത്തെ പ്രസ്താവന, ISRO സ്ഥാപിച്ചത് 1998 അപ്പോൾ ഈ ഒരു പ്രസ്താവന എന്താണ്? ശരിയോ തെറ്റോ? തെറ്റായ പ്രസ്താവനയാണ്. ISRO സ്ഥാപിച്ചത് എന്താണ്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇവിടെ അന്തരീക്ഷ ഭവൻ ആണ് ആസ്ഥാനം, പക്ഷെ അത് കൽക്കത്തയിലല്ല, ബാംഗ്ലൂരാണ്. അപ്പം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ, അതാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. ശരിയാണ്. അപ്പോൾ വിക്രം സാരാഭായ് ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലെ ചെയർമാൻ ഡോക്ടർ V നാരായണനാണ്. ISRO ചെയർമാനാകുന്ന 11ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ V നാരായണൻ. കറണ്ട് അഫെയർ ആണ്. അടുത്തത്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. തുമ്പയുടെ പേര് മാറ്റിയതാണെന്ത്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നുള്ളത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ നമ്മുടെ തുമ്പയാണ് ഉദ്ദേശിക്കുന്നത്, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ-അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തേത് പ്രസ്താവന, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അൽ-അമീൻ പത്രം സ്ഥാപിച്ചത്. 2, 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ഇതും ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. മൂന്നാമത്തെ പ്രസ്താവനയും ശരി തന്നെയാണ്. നാലാമത്തെ പ്രസ്താവന, പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. ഈ ഒരു പ്രസ്താവന മാത്രം തെറ്റാണ്. പത്രത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. 1931 വരെ ഇതൊരു ത്രൈദിന പത്രമായിരുന്നു. 1936 മുതലാണ് ഇത് ദിനപത്രമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ചോദ്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം ശരി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 1, എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു, ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. ഇപ്പോൾ 2024 പുരസ്കാരങ്ങളാണിത്. അപ്പോൾ ഒന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് കൊടുക്കുന്നത്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1993 ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരം വാങ്ങുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. 2022 സേതു, 2021 P വത്സല. വയലാർ അവാർഡ് 48ാമത് വയലാർ അവാർഡ് 2024 വയലാർ അവാർഡ് അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം.
2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം. 2022 എസ് ഹരീഷിനാണ്. മീശ എന്ന് പറയുന്ന കൃതിക്കാണ്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. 1977 പുരസ്കാരം നേടിയിട്ടുള്ളത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ തീർത്ത ശില്പവുമാണ് സമ്മാനമായിട്ട് നൽകുന്നത്. പിന്നെ കേരള ജ്യോതി പുരസ്കാരം MK സാനു. 2024 കേരള ജ്യോതി MK സാനു ആണ്. 2023 T പത്മനാഭനാണ്. ഇപ്പോൾ പത്മ അവാർഡ് കേന്ദ്രം നൽകുന്ന പത്മ അവാർഡിൻ്റെ മോഡലിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. അതിൽ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് കേരള ജ്യോതി. ഇതൊരാൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് MT വാസുദേവൻ നായരാണ് 2022. 2023 കേരള ജ്യോതി T പത്മനാഭൻ. 2024 MK സാനു. കേരള പ്രഭ പുരസ്കാരം രണ്ടാമത് അവാർഡാണ്. 3 പേർക്ക് കൊടുക്കും. കേരള പ്രഭ 3 പേർക്ക് വരെ കൊടുക്കാം. 2024 കേരള പ്രഭ പുരസ്കാരം നേടിയിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ISRO ചെയർമാൻ S സോമനാഥനാണ്. പിന്നെ കൃഷി മേഖലയിൽ നിന്നും P ഭുവനേശ്വരി. ഇപ്പോൾ 2024 കേരള പ്രഭ പുരസ്കാരം S സോമനാഥ്, P ഭുവനേശ്വരി. കേരള ശ്രീ ആണ് അടുത്ത അവാർഡ്. അതൊരു 6 പേർക്ക് വരെ കൊടുക്കാം. 2024 കേരള ശ്രീ പുരസ്കാര ജേതാക്കളാണ് കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു V സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. 2023 കേരള ജ്യോതി T പത്മനാഭനായിരുന്നു. കേരള പ്രഭ ജസ്റ്റിസ് M ഫാത്തിമ ബീബി, അതുപോലെ നടരാജ കൃഷ്ണമൂർത്തി. കേരള ശ്രീ പുനലൂർ സോമരാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. 2022 പ്രഥമ കേരള ജ്യോതി MT വാസുദേവൻ നായർ, കേരള പ്രഭ മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ. കേരള ശ്രീ ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, MP പരമേശ്വരൻ, സത്യഭാമദാസ് ബിജു, വൈക്കം വിജയലക്ഷ്മി എന്നിവർക്കായിരുന്നു പുരസ്കാരം ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. D വിനയചന്ദ്രൻ. ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കി 3 ശരിയായിരുന്നു. 2024 53ാം ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. ഓർക്കാൻ എളുപ്പമാണ്, കൃഷ്ണന് ഓടക്കുഴൽ വേണം. അപ്പം ഇവിടെ ഓടക്കുഴൽ അവാർഡ് 2024 നേടിയിരിക്കുന്നത് PN ഗോപികൃഷ്ണനാണ്. ഏത് കവിതയ്ക്കാണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ്. അപ്പോൾ PN ഗോപികൃഷ്ണനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ്. 2023 കിട്ടിയത് 2022 പുരസ്കാരം അത് അംബികാസുധൻ മങ്ങാടിനാണ്. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്ക്. 2021 സാറ ജോസഫ് ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ്. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം 1968 നേടിയത് ബാലകവി രാമനാണ്. നാരായണീയം എന്ന തമിഴ് ട്രാൻസ്ലേഷന്. അപ്പോൾ 1965 G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്ന് കിട്ടിയത് ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു. അതിൻ്റെ സ്മരണാർത്ഥം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ തെറ്റായ ജോഡി 4ാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ D 4 മാത്രം, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. അപ്പോൾ ഇതിൽ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ A 2, 3, 4, 1. അതായത് ആദ്യം നടന്നത് മലബാർ കലാപമാണ് 1921. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു കലാപമാണ് മലബാർ കലാപം 1921.
രണ്ടാമത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27 തീയതിയാണ്. 1964 മെയ് 27 അതിർത്തി ഗാന്ധി അതായത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അന്തരിച്ചത് 1988 ജനുവരി 20 തീയതിയാണ്. അടുത്ത ചോദ്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 നരേന്ദ്രമോദിയാണ്. രണ്ടാമത്തേത് KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് KMRL കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല. ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് EM ശ്രീധരനാണ്. ഇനി കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ, അതും കറക്റ്റാണ്. കൊച്ചി മെട്രോ ആലുവ ടു തൃപ്പൂണിത്തുറയാണ് കണക്ട് ചെയ്യുന്നത്. ഈ വാട്ടർ മെട്രോ കൊച്ചിയിലെ 10ഓളം ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രസ്താവന ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. ഈ ഒരു പ്രസ്താവന മാത്രമാണ് ഇതിൽ തെറ്റ്. ഇന്ത്യയിലെ 8ാമത്തേതും കേരളത്തിലെ ആദ്യത്തെ മെട്രോ സർവീസുമാണ് കൊച്ചി. അപ്പോൾ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ, കേരളത്തിലെ ആദ്യത്തെ മെട്രോ കൊച്ചി മെട്രോ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 1, 2, 3 മാത്രം ശരി. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിൻറ്റ്സും പഠിച്ചു. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.